നമസ്കാരം, ബിഗ് ടി ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി താൻ അല്ലെന്ന് കൊല്ലം MLA മുകേഷ്. സംസ്ഥാന സമ്മേളനം പ്രതിനിധികൾക്കുള്ളതാണ്. താൻ എത്താതിരുന്നത് താൻ അതിന്റെ പ്രതിനിധി അല്ലാത്തത് കൊണ്ടാണ്. കൂടാതെ ജോലി സംബന്ധമായ വേറെ കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് MLA മുകേഷ് പ്രതികരിച്ചത്. സമ്മേളന വേദിയിൽ മുകേഷ് എത്താതിരുന്നത് വലിയ വിവാദമായിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ മുകേഷ് പ്രതികരിച്ചിരിക്കുന്നത്. വനിതാ ദിനത്തിൽ മിൽമ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച പോസ്റ്റ് വിവാദമാകുന്നു. അവകാശങ്ങളിലും സ്വാതന്ത്ര്യത്തിലും സ്ത്രീകളെക്കാൾ ഒട്ടും താഴെയല്ല പുരുഷന്മാർ എന്ന കുറിപ്പാണ് മിൽമ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. ലിംഗസമത്വം എന്ന ഹാഷ്ടാഗിനൊപ്പം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യത വേണം എന്ന ക്യാപ്ഷൻ ഉൾപ്പെടെയാണ് ഈ പോസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. ഇത് നാണംകെട്ട പോസ്റ്റ് എന്ന രീതിയിലാണ് പലരും ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ കഴകം തസ്തികയിൽ നിയമിച്ച യുവാവിനെ തസ്തികയിൽ നിന്നും താൽക്കാലികമായി മാറ്റി. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പരീക്ഷ നടത്തിയതിനു ശേഷമാണ് കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ കഴകം തസ്തികയിൽ യുവാവിനെ നിയമിച്ചത്. പരമ്പരാഗതമായുള്ള അവകാശങ്ങളെ മാറ്റിയാണ് ഈഴവ സമുദായത്തിൽ നിന്നുള്ള ഒരാളെ കഴകം മാലകെട്ട് ജോലിയിൽ പ്രവേശിപ്പിച്ചത്. ഇതിനെതിരെ വാര്യർ സമാജവും തന്ത്രിമാരും രംഗത്ത് വന്നിരുന്നു. ഈ തീരുമാനത്തിനെതിരെ 6 തന്ത്രിമാർ ദേവസ്വത്തിന് കത്ത് നൽകിയിരുന്നു. ഈ വനിതാ ദിനത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു വാർത്തയാണിത്. വിഴിഞ്ഞം തുറമുഖത്തിലെ ഓട്ടോമാറ്റിക് CRMG ക്രെയിനുകൾ പ്രവർത്തിപ്പിക്കുന്നത് 9 സ്ത്രീകളാണ്. കാർത്തിക, പ്രീനു, അനീഷ, സുനിത രാജ്, രജിത, സ്റ്റെഫി, ബെറീന, ആശാലക്ഷ്മി, ശ്രീദേവി, നദാന, മേരി എന്നിവരാണ് 9 വനിതാ രത്നങ്ങൾ. പുരുഷ മേധാവിത്വം പുലർത്തുന്ന മേഖലയാണ് ക്രെയിൻ ഓപ്പറേറ്റർ മേഖല. ഇവിടെയാണ് ഇപ്പോൾ 9 സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ പോകുന്നത്. രാജ്യത്ത് ഇതാദ്യമായാണ് ഇത്തരം യന്ത്രങ്ങൾ സ്ത്രീകൾ പ്രവർത്തിപ്പിക്കുന്നത്. മരട് കവർച്ച കേസിലെ പ്രതിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ യുവതിയടക്കം 4 പേർ അറസ്റ്റിൽ. പടിയൂർ സ്വദേശിയായ അനന്തുവിനെ കാർ അടക്കം തട്ടിക്കൊണ്ടുപോയാണ് വെടിമറയിലുള്ള തട്ടുകടയുടെ പുറകിൽ കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മകനെ ഉപയോഗിച്ച് MDMA വിൽപ്പന നടത്താൻ ശ്രമിച്ച പിതാവ് അറസ്റ്റിൽ. ഇയാൾ മകന്റെ ദേഹത്ത് സെലോ ടേപ്പ് ഉപയോഗിച്ച് MDMA ഒട്ടിച്ചു വച്ചാണ് കടത്താൻ ശ്രമിച്ചത്. ഇന്ന് പുലർച്ചെ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പോലീസിന്റെ പിടിയിലാവുന്നത്. മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഇയാൾ ഇത്തരത്തിൽ MDMA വിൽപ്പന നടത്തിയതായി അറിഞ്ഞിട്ടുണ്ട്. മകനെ പോലീസ് പരിശോധിക്കില്ലെന്ന ഉറപ്പിലാണ് ഇയാൾ ഇങ്ങനെ ചെയ്തത്. പോലീസിനെ കണ്ട് ഭയന്ന് MDMA പൊതിയോടുകൂടി വിഴുങ്ങിയ യുവാവ് മരിച്ചു. 130 ഗ്രാം MDMA അടക്കമുള്ള പാക്കറ്റാണ് ഇയാൾ വിഴുങ്ങിയത്. കോഴിക്കോട് സ്വദേശിയായ ഷാനിദാണ് മരിച്ചത്. പോലീസ് പിടിയിലായതിനു ശേഷം ഇയാൾ തന്നെയാണ് MDMA വിഴുങ്ങിയ കാര്യം പോലീസിനെ അറിയിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയിലിരിക്കെയാണ് ഇയാൾ മരണപ്പെടുന്നത്. +1 വിദ്യാർത്ഥിനികളെ താനൂരിൽ നിന്ന് നാടുവിടാൻ സഹായിച്ച യുവാവ് അസ്ലം റഹീമിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരൂരിൽ നിന്നാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇരുവരുടെയും സുഹൃത്താണ് റഹീം എന്നാണ് പോലീസ് പറയുന്നത്. മുംബൈയിൽ നിന്ന് പിടികൂടിയ പെൺകുട്ടികളെ ഇന്ന് ഉച്ചയോടെ നാട്ടിലെത്തിച്ചു. അയോധ്യയിൽ വീണ്ടും ഭൂമി തട്ടിപ്പ്. വ്യാജരേഖ ഉണ്ടാക്കിയാണ് ക്ഷേത്രഭൂമി രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന് വിൽപ്പന നടത്തിയത്. ഈ ഭൂമി കൈമാറ്റത്തിന് സാധ്യതയില്ലാത്ത പുരാതന ക്ഷേത്രഭൂമിയാണ്. ഇതാണ് വ്യാജരേഖ ഉണ്ടാക്കി പുരോഹിതർ കൈമാറിയത്. സംസ്ഥാനത്തെ ക്രിക്കറ്റ് ഭൂപടത്തിൽ ഇടം പിടിക്കാൻ ഒരുങ്ങി കോട്ടയം CMS കോളേജ് മൈതാനവും. BCI നിലവാരത്തിലുള്ള അത്യാധുനിക ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥാപിക്കാനായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ CMS കോളേജ് മാനേജ്മെന്റുമായി ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. BCI ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് മൈതാനം വരുന്നത് കോട്ടയത്തിനും അഭിമാന നിമിഷമാണ്.